നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂക്കിലെ ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ പിഴവ് കാരണം രോഗി കോമയിലായ സംഭവത്തിൽ 3 ഡോക്ടർമാർക്കെതിരായ വിചാരണ തുടങ്ങിയിരിക്കുകയാണ് ദുബായ് കോടതി. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ സർജൻ, അനസ്തേഷ്യ നൽകിയ ഡോക്ടർ, അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മാത്രമാണ് കോടതിയിൽ ഹാജരായിരുന്നത്. അദ്ദേഹം കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത്. മറ്റ് ഡോക്ടർമാർക്ക് കൂടി നോട്ടീസ് അയക്കാനായി കോടതി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് രോഗിയുടെ സ്ഥിരമായ വൈകല്യങ്ങൾക്ക് കാരണമായതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് തന്നെ. കേസിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഹെൽത്ത് അതോറിറ്റി പ്രാഥമിക റിപ്പോർട്ടും നൽകിയിരുന്നു. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉന്നത അതോറിറ്റി നവംബറിൽ വിശദമായ അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടിലാണ് സർജൻ ഉൾപ്പെടെ 3 പേരുടെ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നത്. ഉത്തരവാദികളായ ഡോക്ടർമാരുടെ ലൈസൻസുകൾ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ചികിത്സ നടത്തിയ ആശുപത്രി അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ശ്വാസതടസ്സത്തിന് ചികിത്സ തേടിയാണ് 24-കാരിയായ സ്വദേശി യുവതി ആശുപത്രിയിലെത്തിയത്. പരിശോധനകൾക്ക് ശേഷം മൂക്കിലെ എല്ലിന് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ഇത്തരം ശസ്ത്രക്രിയകൾ നടത്താൻ സൗകര്യമില്ലാതിരുന്ന ക്ലിനിക്കിൽ വെച്ചാണ് ശസ്ത്രക്രിയ ചെയ്തത്. ശസ്ത്രക്രിയക്കിടയിലും ഗുരുതരമായ പിഴവുകൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ രക്തസമ്മർദ്ദം അപകടകരമായ വിധത്തിൽ കുറയുകയും രക്തചംക്രമണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണത്തിൽ തടസ്സം നേരിടുകയും പലതവണ ഹൃദയസ്തംഭനം ഉണ്ടായതോടെ രോഗി കോമ അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റിയെങ്കിലും ബോധം തെളിഞ്ഞിട്ടില്ല. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. അബുദാബി കിരീടാവകാശിയും UAE ഉപസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ട് പ്രശ്നത്തിൽ ഇടപെടുകയും യുവതിക്ക് വിദേശത്ത് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ചികിത്സയുടെ ചിലവുകളും അദ്ദേഹം വഹിക്കുമെന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.